ആദിപരാശക്തിയുടെ അവതാരങ്ങളിൽ ആറാമത്തെ ഭാവമാണ് കാർത്യായനീ ദേവി. മഹിഷാസുരനെ വധിക്കുന്നതിനായി ദേവന്മാരുടെ കോപത്തിൽ നിന്നാണ് ദേവി അവതാരമെടുത്തത് എന്നാണ് വിശ്വാസം. ആറാം ദിനം പൂജ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് കന്യകമാർ തന്നെയാണ്. ആറാം ദിനത്തിലെ പൂജ വളരെയധികം ഗുണങ്ങൾ കന്യകമാർക്ക് നൽകുന്നുണ്ട്. കാർത്യായനി വ്രതം അനുഷ്ഠിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇത് ഇഷ്ടപതിയെ ലഭിക്കുന്നതിന് അനുഗ്രഹം നൽകുന്നു എന്നാണ് വിശ്വാസം. നവരാത്രിയിൽ പാർവതിയുടെ കാർത്യായനി ഭാവമാണ് ആറാം ദിവസം ആരാധിക്കുന്നത്. വിവാഹ തടസ്സം മാറുന്നതിനും ഇഷ്ടമാംഗല്യ സിദ്ധിക്കും നമുക്ക് കാർത്യായനി ദേവിയെ പൂജിക്കാവുന്നതാണ്. ദേവിയെ ആരാധിക്കുന്നതിലൂടെ വിവാഹ തടസ്സം മാറുകയും ഇത്തരം തടസ്സങ്ങളിൽ നിന്ന് മോചനം നൽകുകയും ചെയ്യുന്നുണ്ട് എന്നാണ് വിശ്വാസം. കാർത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവി പതിം മേ കുരുതേ നമഃ. കാർത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവി പതിം മേ കുരുതേ നമഃ. കാർത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവി പതിം മേ കുരുതേ നമഃ. ഈ മന്ത്രം ദിവസവും ദേഹശുദ്ധി വരുത്തി 108 തവണ ജപിച്ചാൽ വിവാഹം വൈകുന്നതിൽ നിന്നും മോചനം ലഭിക്കുമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ കന്യകമാരായ പെൺകുട്ടികൾക്ക് ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ ഫലസിദ്ധി ഉണ്ടാകുന്നു.